സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബല്ലയുടെയും കെവിൻ്റെയും ഒക്കെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. കാരണം അരുന്ധതി തന്നെ കെവിനോട് പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ ചന്ദ്രോത്തുകാരെ ദ്രോഹിക്കാനൊന്നും ഞാനില്ല, ഞാൻ എല്ലാം നിർത്തി, ഇനി ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോയാൽ ശരിയാവില്ല. ആ സമയം കെവിൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല ആൻറ്റിക്ക് പേടിയാണെങ്കിൽ ഋഷിയെ കൂട്ടണ്ട, ഞങ്ങൾ തന്നെ എല്ലാം ചെയ്തോളാം. എന്തായാലും ഞങ്ങൾക്ക് 4 പേർക്കും 4 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ലക്ഷ്യം ഇസബല്ലയ്ക്കാണെങ്കിൽ നന്ദനെ ദേവികയിൽ നിന്നും പിരിച്ച് ഇസബല്ലയ്ക്ക് സ്വന്തമായിട്ട് എടുക്കുന്നത് തന്നെയാണ്. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഇസബല്ല നന്ദനെ പ്രണയിച്ചിരുന്നു. പക്ഷേ ഈ ദേവിക ഇടയ്ക്ക് വന്ന് കയറിയത് കൊണ്ടാണ് ആ ഒരു ആഗ്രഹം ഇസബല്ലയുടെ നടക്കാണ്ട് പോയത്. ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകാൻ ഇസബല്ലയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഈ ഋഷിയുടെ കാര്യം വെച്ച് നന്ദനെ ബ്ലാക്ക് മെയിൽ ചെയ്യിപ്പിക്കുന്നതും ദേവികയിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നതും. അന്നേരം അരുന്ധതിയാണെങ്കിൽ പറയുന്നുണ്ട്, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ അവരെ ഇപ്പോൾ ഉപദ്രവിക്കാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞു, ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുമാത്രമല്ല, ദേവികയാണ് ഋഷിയെ പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ബെഡിൽ നിന്ന് അനങ്ങാണ്ട് കിടന്നിരുന്ന എൻ്റെ മകൻ പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാരണക്കാരി ദേവിക. അങ്ങനെയുള്ള ദേവികയുടെ ജീവിതം തകർക്കാൻ ഞാൻ ഒരിക്കലും ഒരുങ്ങൂല. അതുകൊണ്ട് നിങ്ങളിത് ഇവിടെ നിർത്തിക്കൊള്ളണം, ഇല്ലെങ്കിൽ ഞാനിത് പോലീസിൽ അറിയിക്കുമെന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ആൻറ്റി അതൊന്നും വേണ്ട, പോലീസിലൊന്നും അറിയിക്കേണ്ട, എന്തായാലും DYSP ഞങ്ങളുടെ കൂടെ തന്നെ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഋഷി കുറച്ച് ദിവസം കൂടിയും പുറത്തിറങ്ങാണ്ടിരുന്നാൽ മതി. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ മകൻ മരിച്ചു എന്ന് കേൾക്കുന്നത് തന്നെ വിഷമമാണ്. അങ്ങനെ എൻ്റെ മകൻ മരിച്ചു എന്ന് പറഞ്ഞ് എത്ര നാൾ എൻ്റെ മകനെ മാറ്റി നിർത്താൻ പറ്റും? അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ ഈ രാധികയോടും ദേവികയോടും മാധവനോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട്, ശാരികയ്ക്ക് ഒരു പ്രണയമുണ്ട്, അതുകൊണ്ടാണ് അവൾ വിവാഹം ഇപ്പോൾ വേണ്ടെന്ന് പറയണേന്ന്. ആ സമയത്ത് രാധികയും ദേവികയൊന്നും അത് അംഗീകരിക്കണേ ഇല്ല, ശാരിക ഒരിക്കലും അങ്ങനെ ഒരു പ്രണയത്തിൽ ചെന്ന് വീഴില്ല, കാരണം അവൾക്കിപ്പോൾ പ്രണയത്തിലൊന്നും വിശ്വാസവും ഇല്ല എന്ന് പറയുമ്പം നന്ദൻ പറയുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഉറപ്പിച്ച് പറയണേ? എന്തായാലും ശാരിക ഒരാളായിട്ട് പ്രണയത്തിലാണ്, അത് ആരാന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല. പിന്നെ നന്ദനോട് ഇതാരാ പറഞ്ഞാൽ ശാരികയാണെന്ന് ചോദിക്കുമ്പം അല്ല, എന്നോട് പറഞ്ഞത് മുരളിയാന്ന് പറയണു. അങ്ങനെ ഈ മുരളീനെ വിളിച്ച് ദേവിക ചോദിക്കുന്നുണ്ടെങ്കിലും മുരളി വ്യക്തമായിട്ടൊന്നും പറയണില്ല. കാരണം വേറൊന്നുമല്ല, മുരളിയുടെ അടുത്ത് ഗൗരി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. പിന്നീട് ദേവിക ഫോൺ കട്ട് ചെയ്തതും ഈ രാധിക പറയുന്നുണ്ട്, എന്തായാലും ഭാര്യയുടെയും ഭർത്താവിൻ്റെ ഇടയിൽ മറ്റ് സ്ത്രീകൾ വരുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് പറയുമ്പോൾ നന്ദൻ ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്നെയാണോ ഉദ്ദേശിച്ചത്? ഇസബല്ലേനെയും എന്നെയും ചേർത്താണോ ആൻറ്റി ഇല്ലാത്തതൊക്കെ പറയുന്നത്? ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല, ആ ഒരു വീഡിയോയുടെ പേരിൽ എല്ലാവരും ഞങ്ങളെ തെറ്റിദ്ധരിച്ചേക്കും എന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, ആ വീഡിയോ കണ്ട ആരായാലും തെറ്റിദ്ധരിക്കില്ലേ നന്ദ, നീ എന്താ ഇങ്ങനെ പറയണേ? എന്തായാലും എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെയായി തീർന്നല്ലോ എന്നോർത്ത് എനിക്ക് വിഷമമുണ്ട്. ഒരിക്കലും എൻ്റെ മോളൊരു സന്തോഷമായിട്ട് ജീവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത തലവേദനയുമായിട്ടാണ് ഞങ്ങളിവിടുന്ന് പോണേന്നും പറഞ്ഞുകൊണ്ട് ദേവികയുടെ അടുത്ത് യാത്ര പറഞ്ഞ് രാധികയും മാധവനും പോവാനിറങ്ങുമ്പോൾ ദേവിക പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഞാനും വരാം, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, എനിക്കും ശാരികയെ നേരിട്ടുണ്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്ന്. അങ്ങനെ ദേവികയും അവരുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുരളീനെയാണ്. മുരളിയുടെ അടുത്ത് ഗൗരി ഒന്ന് ചോദിക്കുന്നുണ്ട്, മുരളിയേട്ടനെ ദേവിക എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പം അതൊരു മീറ്റിങ്ങിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്, വേറെ ഒന്നും അല്ല എന്ന് പറയുമ്പോൾ, എന്നിട്ട് മുരളിയേട്ടൻ പരിഭ്രമത്തോടുകൂടി ഫോൺ കട്ട് ചെയ്ത് എന്തിനാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചന്ദ്രവത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് ചോദിക്കുമ്പം ഇല്ല ഗൗരി, ഒരു പ്രശ്നമില്ല, മീറ്റിംഗ് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു എന്നേ ഉള്ളൂ എന്ന്. പിന്നീട് നമ്മളുടെ ദേവികയും രാധികയും മാധവനും കൂടി ഈ മുരളിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. മുരളിയുടെ വീട്ടിലേക്ക് വരുന്ന ദേവിക കണ്ടുകൊണ്ട് ഗൗരി മുരളിയോട് പറയുന്നുണ്ട്, മുരളിയേട്ടാ അതേ ദേവിക വരുന്നുണ്ട്, കൂടെ ദേവികയുടെ അച്ഛനും അമ്മയുണ്ടല്ലോ എന്ന്. അങ്ങനെ മുരളി ഇവരിപ്പോൾ എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പം ദേവിക പറയുന്നുണ്ട്, എനിക്ക് മുരളിയേട്ടനോട് അല്പം സംസാരിക്കാനുണ്ടെന്ന്. ആ സമയം മുരളി പറയുന്നുണ്ട്, എന്തായാലും അതിപ്പോൾ വേണ്ട ദേവിക, പിന്നീട് ഒരിക്കൽ നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പം അത് ശരിയാവില്ല, എന്തായാലും ഞങ്ങൾക്ക് സംസാരിച്ചേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ മുരളീനെ മാറ്റി നിർത്തി ദേവിക കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മുരളി പറയുന്നുണ്ട്, സത്യ ശാരിക എന്നോട് പറഞ്ഞതാ, നവീനുമായിട്ടുള്ള വിവാഹം നടത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് ശാരിക പറയുന്നത്, അതിലവൾ ഉറച്ചു നിൽക്കണമുണ്ട്. അപ്പോൾ അവൾ പ്രണയിക്കുന്ന ചെറുക്കൻ ആരാന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല ദേവിക, അതൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല, അതൊക്കെ സമയമാകുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് മുരളിയേട്ടൻ എന്നോട് ഇതൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് എന്നെ വിലക്കിയിരുന്നു, ഈ വിവരം മറ്റാരും അറിയരുതെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഞാൻ നന്ദൻ എൻ്റെ സുഹൃത്തായതുകൊണ്ട് നന്ദനോട് മാത്രമേ പറഞ്ഞോളൂ, നന്ദനത് നിങ്ങളോട് പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്തായാലും നന്ദനത് നിങ്ങളോട് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്?
ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, മുരളിയേട്ടൻ മറച്ചു വെച്ചതാണ് പ്രശ്നമായത്. അന്ന് തന്നെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിതിനൊരു തീരുമാനം ഉണ്ടാക്കിയേനെ. എന്തായാലും ഞാൻ ശാരിക ഒന്ന് പോയി കാണട്ടെ, അവളോട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനാണെങ്കിൽ റെഡിയായി പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നന്ദ നീ എവിടെ പോവാന്ന് ചോദിക്കുമ്പം ഞാനൊന്ന് ഇസബല്ലയെ കാണാൻ പോവാന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് നമ്മളുടെ സിദ്ധാർത്ഥൻ അങ്ങോട്ട് വരുന്നുണ്ട്. സിദ്ധാർത്ഥൻ വന്നതും നന്ദൻ പോണയാണ് കാണുന്നത്. ആ സമയം പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, പ്രഭ ഇവിടെ സത്യത്തിൽ എന്തൊക്കെയാണ് നടക്കണേ? ഞാൻ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ സമയം പ്രഭാവതി ആണെങ്കിൽ ഒന്ന് ടെൻഷനാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധുവിന് അങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇസബല്ലയെ കാണാൻ നന്ദൻ പോകുമ്പം പ്രഭ അവനെ തടഞ്ഞു കണ്ടില്ല, പോയി വരാനാണ് പറഞ്ഞത്. അതിൽ നിന്നും മനുഷ്യന് ഊഹിക്കാലോ ഇവർ തമ്മിൽ എന്തോ അരുതാത്ത ബന്ധമുണ്ടെന്ന്. അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് പ്രഭയ്ക്കും അറിയാമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, എന്ത് കാരണം സിദ്ധു? ഒരു കാരണവുമില്ല, അവർ കോളേജ് മേറ്റ് അല്ലേ, അതുകൊണ്ട് കാണാൻ പോണേയായിരിക്കും. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് നന്ദന് ഇങ്ങനെ ഒരു കൂട്ടുകാരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അന്ന് ഞാൻ ജയിലിലായിരുന്ന സമയത്ത് നന്ദൻ ജോലിയൊന്നും ഇല്ലാണ്ട് നടന്നപ്പോഴും ആരും ഉണ്ടായിരുന്നില്ല സഹായിക്കാൻ. ഇപ്പോൾ ദേവിക MLA ആയതിനു ശേഷമാണല്ലോ ഈ കൂട്ടുകാരൊക്കെ വന്നേക്കണേ. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്, ഇനിയിപ്പോൾ സിദ്ധാർത്ഥൻ എങ്ങാനും ഇത് കണ്ടുപിടിച്ചെങ്കിലോ എന്നോർത്ത്. അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധു ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കണ്ട, എന്തായാലും അവർ സുഹൃത്തുക്കളല്ലേ, അത് നമുക്ക് തടയാൻ പറ്റില്ലല്ലോ. പിന്നെ ദേവിക പറയണ പോലെ ഇവർ തമ്മിൽ അരുതാത്ത ബന്ധമൊന്നുമില്ലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനെ കാത്ത് ഇസബല്ല ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നന്ദൻ ചെന്നതും ഇസബല്ലയോട് ചോദിക്കുന്നുണ്ട്, ബെല്ല വന്നിട്ട് ഒരുപാട് നേരമായോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല നന്ദ, നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു, എന്തായാലും നീ വന്നല്ലോ, എനിക്ക് സന്തോഷമായി. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ദേവികയ്ക്ക് ഇപ്പം നമ്മളെ സംശയമാണ്. അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടതോടുകൂടി ദേവികയുടെ വീട്ടുകാരെല്ലാവരും നമ്മളെ സംശയിച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല നന്ദ, അവർ സംശയിച്ചോട്ടെ. നന്ദനോട് എനിക്കുള്ള സ്നേഹവും അടുപ്പവും എത്രത്തോളമാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. നന്ദനെ അറിയാലോ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നന്ദനെ ഞാൻ ജീവനായിട്ടാണ് കണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് നമുക്കിടയിലേക്ക് ദേവിക വന്നത്. അതോടുകൂടി നന്ദന് ദേവികയോടായി ചായ്വ്. അതിൽ നിന്നും ഞാൻ നന്ദനെ പിന്തിരിപ്പിക്കാനും നോക്കിയില്ല. എന്തായാലും ഇപ്പം എനിക്ക് നന്ദൻ്റെ സാമീപ്യം ആവശ്യമാണ്, അതുകൊണ്ട് നന്ദനെ എന്നെ ഒഴിവാക്കി വിടരുത്. ഞാൻ എപ്പോൾ കാണണമെന്ന് പറഞ്ഞാലും നന്ദനെ കാണാമെന്ന്. ആ സമയത്ത് നമ്മളുടെ നന്ദൻ്റെ മനസ്സിലാണെങ്കിൽ നല്ല കുറ്റബോധമുണ്ട്, ദേവികയോട് ചെയ്യുന്ന ചതിയാലോ ഇതെന്നൊക്കെയുള്ള. പിന്നെ ഇസബല്ലയുടെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് ഈ നന്ദന് വ്യക്തമായിട്ട് മനസ്സിലാവണമില്ല. നന്ദൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ബെല്ല എന്തായിരിക്കും ഉദ്ദേശിക്കണേ? ബെല്ലയ്ക്ക് എന്നോട് പണ്ട് എന്തോ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഇഷ്ടത്തിൻ്റെ പുറത്ത് എന്നെയും ദേവിനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കണേയായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ബെല്ലയെ ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് നന്ദൻ പറയുന്നുണ്ട്, എന്തായാലും ബെല്ലെ ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ നടത്താതിരിക്കണേ നല്ലത്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും നമ്മളെ സംശയമുണ്ട്. അതുമാത്രമല്ല ആ വീഡിയോ കാണാത്തവരായിട്ട് ആരുമില്ല. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, എന്നെ ആര് സംശയിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് നന്ദനോടുള്ള ഇഷ്ടം എത്രയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാനും പറ്റില്ല, അതിനി ഒരിക്കലും ഇല്ലാണ്ടാവാനും പോണില്ല, നന്ദനെ ഇനി കൈവിട്ട് കളയാൻ ഞാനൊട്ട് തീരുമാനിച്ചിട്ടുമില്ല എന്ന്. അത് കേട്ടത് നന്ദൻ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ ഇസബല്ലയെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷനെയാണ്. ഗിരീഷൻ ഇങ്ങനെ വീട്ടിൽ രജനിയായി സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈ സിദ്ധാർത്ഥനെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. സിദ്ധാർത്ഥനെ കണ്ടതും ഗിരീഷൻ രജനിയോട് പറയുന്നുണ്ട്, സിദ്ധാർത്ഥൻ സാറാലോ വന്നേക്കണേന്ന് പറയുമ്പം രജനി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ പതിവില്ലാതെ ഇങ്ങനെ വന്നേക്കണേ? അച്ഛൻ അങ്ങനെ വരാറൊന്നുമില്ലല്ലോ, ഗിരീനെ കാണാനാണോ എന്ന് ചോദിക്കുമ്പം അറിയില്ലല്ലോ, എന്തായാലും വാന്നും പറഞ്ഞ് ഗിരിയും രജനിയും കൂടെ വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സിദ്ധാർത്ഥൻ ഗിരീഷിനോട് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഗിരിയോട് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനാണ് വന്നേ, നീ ഒന്ന് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞ് ഗിരീഷിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഈ ഇസബല്ലയും നന്ദനും കെവിനും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവർ വന്നതിന് ശേഷം കുടുംബത്ത് ഒരു സന്തോഷവും സമാധാനവും ഇല്ല. ദേവികയും നന്ദനുമായിട്ട് എന്നും പ്രശ്നങ്ങളാണ്. ഇവർ രണ്ടുപേരും നന്ദനെ ഒരു പരിധി കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഗിരി അതൊന്ന് കണ്ടുപിടിക്കണം. അന്ന് ദേവിക ആ പ്ലാന്റിന് അനുമതി കൊടുത്തതിൻ്റെ പിന്നിലും നന്ദനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നന്ദൻ അങ്ങനെ ദേവികയും കൊണ്ട് നിർബന്ധിച്ച് അത് കൊടുപ്പിക്കണമെങ്കിൽ അത്
മിക്കവാറും കെവിൻ്റെയും ഇസബെല്ലയുടെയും പ്ലാനായിരിക്കും. അവരിനി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കണേന്നും ദേവികയെ എന്തിനൊക്കെ ബലിയാടാക്കുമെന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഗിരീഷിനൊന്ന് കണ്ടുപിടിക്കണം. ആ സമയത്ത് ഗിരീശൻ പറയുന്നുണ്ട്, അത് സാറ് പറഞ്ഞത് നേരാ. ദേവിക MLA ആയതിനു ശേഷമാണ് ഇതുപോലെയുള്ള സുഹൃത്തുക്കളൊക്കെ നന്ദനെ അന്വേഷിച്ച് വരാൻ തുടങ്ങിയത്. അതുമാത്രമല്ല, ഒരിക്കലും അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞ പ്ലാന്റിന് ദേവിക അനുമതി കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ തക്കതായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും സാറേ. അല്ലാതെ ദേവിക സ്വന്തം ഇഷ്ടത്തിൽ അങ്ങനെ ചെയ്യില്ല എന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് എനിക്കും അറിയാം. പക്ഷേ ആ കാരണം എന്താണെന്ന് ദേവിക ഇതുവരെയും നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ദേവികയെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമെന്ന്. എന്തായാലും സാറ് സമാധാനമായിട്ടിരിക്കുക, എത്രയും പെട്ടെന്ന് നമുക്ക് സത്യം കണ്ടെത്താമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരിക കോളേജ് വിട്ട് വീട്ടിലോട്ട് വരാണ്. ആ സമയത്ത് അകത്തേക്ക് കയറി വരുമ്പം അവിടെ രാധികയും ദേവികയും നിൽക്കണം കണ്ടിട്ട്, ഇതാരോ ചേച്ചിയാണോ എന്ന് ചോദിക്കുമ്പം, നിനക്കെന്താടി ചേച്ചിയെ കണ്ടാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കണം. ആ സമയം ശാരിക ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഇങ്ങനെ സംസാരിക്കണേ, ചേച്ചിയാണോ എന്നല്ലേ ഞാൻ ചോദിച്ചോളൂ, അതിന് നിങ്ങൾ ദേഷ്യം പറഞ്ഞ എന്തിനാന്ന് ചോദിക്കുമ്പം, അല്ലെങ്കിൽ തന്നെ നിനക്കിപ്പോൾ ചേച്ചി അമ്മയൊന്നും കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ലാണ്ടായല്ലോ, അതല്ലേ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറണേന്ന് ചോദിക്കുമ്പോൾ ശാരിക പറയുന്നുണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ, നീ ഒരാളായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞുല്ലോ, എന്നിട്ട് നീ ഇതുവരെ ഞങ്ങളോടത് പറയാതിരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ശാരികയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ആ സമയത്ത് ശാരിക ചോദിക്കുന്നുണ്ട്, എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുകയാണോ? അന്നേരം രാധിക പറയുന്നുണ്ട്, ചോദ്യം ചെയ്യണമല്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആദ്യം നീ പറയേണ്ടത് ഇവിടെയല്ലേ, എന്നിട്ട് നീ അത് മറച്ചു വെച്ച് വിവാഹം വേണ്ടെന്നും പറഞ്ഞ് നടന്നേ എന്തിനാന്ന് ചോദിക്കുമ്പം, നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളതിന് സമ്മതിക്കില്ല എന്നറിയാം, അതുകൊണ്ടാണെന്ന് പറയണു. അത് കേട്ടതും രാധികയും ദേവികയും മാധവനൊക്കെ ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.